പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിഷേകിനെ ഫോൺ ചെയ്തിട്ടും അഭിഷേക് ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ദേവബാലയുടെ സംശയം കൂടുകയായി. തന്നെ അഭിഷേക് ചതിക്കുകയാണോ എന്നുള്ള സംശയം മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ദേവബാല. ഇതേ തുടർന്ന് അച്ഛനെ ചെന്ന് കാണുന്ന ദേവബാല അഭിഷേക് തന്നെ ചതിക്കുകയാണ് എന്ന് തനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അഭിഷേക് നിന്നെ ചതിക്കുന്നതൊന്നുമല്ല എന്ന് ദേവരാജൻ മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന ദേവബാല, പിന്നെ ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് അവൻ ഫോൺ എടുക്കാത്തത്? ഒരു തവണയെങ്കിലും അവൻ ഇവിടെ നിന്ന് പോയിട്ട് എന്നെ ഫോൺ ചെയ്തോ? അതുകൊണ്ട് തന്നെ എന്തെല്ലാം കള്ളത്തരം അവൻ ഒപ്പിക്കുന്നുണ്ട് എന്ന് ദൈവത്തിനറിയാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീ ആവശ്യമില്ലാതെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ദേവരാജൻ പറഞ്ഞിരിക്കുകയാണ്. നിന്റെ ആവശ്യമില്ലാത്ത ചിന്തകളാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് തന്നെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആലോചിച്ച് തല പുണ്ണാക്കുന്നത് കുറയ്ക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തെങ്കിലും ഉടൻ ചെയ്യണമെന്നും അച്ഛൻ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്നും ഉറപ്പിക്കുന്ന ദേവബാല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അഭിഷേകിനെ കണ്ടെത്തേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ദേവബാല അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ദേവബാലയുടെ ഈ പോക്ക് അത്ര നല്ലതിനല്ല എന്ന് മനസ്സിലാക്കുന്ന ദേവരാജൻ എന്താണ് തൻ്റെ മകളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ദേവബാലയുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാകും. ഇതേ തുടർന്ന് ദേവബാലയെ ചികിത്സിക്കുന്ന വൈദ്യരുടെ അടുത്തേക്ക് ചെല്ലുന്ന ദേവരാജൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. ദേവബാലയുടെ ഇപ്പോഴത്തെ പോക്ക് എന്തുകൊണ്ടും ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഭിഷേകിന്റെ കാര്യത്തിൽ അവൾ ഓവറായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിധത്തിൽ നോക്കിയാൽ അവനെയും കുറ്റം പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വൈദ്യർ തന്നെ പറയുക എന്താണ് ഇതിനൊരു പരിഹാരം, എങ്ങനെയാണ് ഇവളുടെ ഈ ചിന്താഗതിയെല്ലാം ഒന്ന് മാറ്റാൻ സാധിക്കുക എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാല പൂർണ്ണമായി ഭേദപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ള കാര്യം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് വളരെ ദുഷ്കരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത് നല്ലതിനല്ല എങ്കിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ പ്രതീക്ഷിക്കാം. സത്യങ്ങൾ ദേവബാല അറിയുകയാണ് എങ്കിൽ അവൾ എങ്ങനെയാണ് ആ കാര്യം മനസ്സിലാക്കുക എന്നുള്ള കാര്യം എനിക്കും പറയാൻ സാധിക്കുന്നതല്ല. ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വൈദ്യർ പോകുന്നു. ഇതോടെ കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കലായ ഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ദേവരാജൻ. മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഇരുവരും ഒന്നിച്ചാണ് ഇന്ന് ഉറങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രാഹുൽ അത് അനുവദിക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് തൻ്റെ കൊട്ടേഷൻ ഗുണ്ടയോട് എത്രയും പെട്ടെന്ന് തന്നെ അവനെ കൊല്ലണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇരുവരും ഒരു റൂമിലേക്ക് പോയതിനെ തുടർന്നാണ് വീട്ടിലെ രാഹുലിൻ്റെ സഹായികൾ പ്രശ്നമുണ്ടാക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് കിടക്കാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യുന്നു. ഇതോടെ മറ്റൊരു റൂമിലേക്ക് പോയി കിടക്കാൻ നിർബന്ധിതനാവുകയാണ് അഭിഷേക്.
ഈ കാര്യങ്ങളെല്ലാം തിരിച്ചടിയായതിനെ തുടർന്ന് അഭിഷേകിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയാകുന്നു. ഇതേസമയം കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ് രാഹുൽ. മാത്രവുമല്ല, ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്ന രാഹുൽ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയും അതിനുശേഷം അവനെ തീർക്കുകയുമാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ അവനെ പിന്തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാടക ഗുണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേസമയം ഗായത്രി തിരികെ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് വീട്ടിൽ പുതിയൊരു പൊട്ടിത്തെറിയുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ദേവബാല. തന്നെ അഭിഷേക് വിളിക്കുന്നില്ല എന്നും എന്തിനാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദേവബാല ഇതൊന്നും കണ്ടു നിൽക്കാൻ തനിക്ക് പറ്റുന്നില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു. എനിക്ക് അഭിഷേകിനെ കാണണം, അഭിഷേക് എവിടെയാണ് എന്ന് അറിയുകയും വേണം എന്ന് പറയുകയും ചെയ്യുന്ന ദേവബാല ഗായത്രിയോട് അവനെ ഫോണിൽ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഫോൺ ചെയ്തിട്ട് അവൻ എടുക്കുന്നില്ല, തിരിച്ച് വിളിക്കുന്നുമില്ല. എന്താണ് അഭിഷേകിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയുന്നതിനുള്ള അവകാശം പോലും അവന്റെ ഭാര്യയ്ക്കില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ദേവബാല. ഇതോടെ എന്ത് മറുപടി പറയണം എന്നറിയാതെ പകച്ചു പോകുന്ന ഗായത്രി കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കുകയാണ്. മാത്രവുമല്ല, ഇനിയും ഈ നില മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേസമയം റാം മോഹൻ ആകട്ടെ ഇഷയുടെ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നീങ്ങുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് റാം മോഹനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ദുരന്ത വാർത്ത വന്നെത്തുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.